എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ട്രെയിൻ കൊല്ലം കഴിഞ്ഞ് ശാസ്താംകോട്ടക്കായലിൻ്റെ ഭംഗിയും ആസ്വദിച്ച് തിരുവനന്തപുരത്തെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ നിറമുള്ള സൂര്യകിരണങ്ങൾ കായലിൽ പതിച്ച് പ്രതിഫലിക്കുന്നത് കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. ട്രെയിൻ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം സ്റ്റേഷൻ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ടെക്നോ പാർക്കിൻ്റെയും മറ്റും പരിസരത്തുള്ള കൂറ്റൻ കെട്ടിടങ്ങളാണ് ആ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ തമ്പാനൂർ. ആ കാണുന്നത് KSRTC ബസ് സ്റ്റേഷൻ. അമ്മേ ശരണം, ദേവി ശരണം. ഒരുപാട് വർഷമായി മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ആഗ്രഹമാണ് ഇന്ന് എനിക്ക് സഫലമായിരിക്കുന്നത്. അത് ആറ്റുകാൽ പൊങ്കാല. അതുതന്നെ മാധ്യമങ്ങളിലും ന്യൂസുകളിലുമെല്ലാം മാത്രമുള്ള കേട്ടുകേൾവികൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി എനിക്കുണ്ടായിരുന്നത്. ഇന്നെനിക്ക് നേരിട്ട് വന്ന് ആറ്റുകാൽ ഭഗവതിയുടെ ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളുവാനും ഭഗവതിയെ പ്രാർത്ഥിക്കുവാനുമുള്ള ഭാഗ്യവുമുണ്ടായി. അതിന് ഞാൻ അമ്മയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. എങ്ങും ജനലക്ഷങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു തന്നെയാണ് അമ്മയുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേക്കോട്ടയിലെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒന്നിച്ചു സംഗമിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. രാജ്യത്തിനകത്തും വിദേശത്ത് നിന്ന് പോലും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അമ്മയ്ക്ക് പൊങ്കാലയിട്ട് നിവേദിക്കുവാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ഒരു ഉത്സവം ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. സ്ത്രീകൾ മാത്രമാണ് പൊങ്കാലയിടുവാനായി പങ്കെടുക്കുന്നത്. നഗരവീഥികളിൽ മുഴുവനായി ചെറിയ ചെറിയ അടുപ്പുകൾ വെച്ച് അരി, ശർക്കര, തേങ്ങ എന്നിവ ഉപയോഗിച്ച് പൊങ്കാല എന്ന നൈവേദ്യം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഈ ഒരു ഉത്സവം നമ്മുടെ ഹൈന്ദവ ജനതയുടെ വിശ്വാസവും ഭക്തിയും അതിലുപരി നമ്മുടെ സംസ്കാരവും ഐക്യവും പ്രതിഫലിപ്പിച്ചു കാണിക്കുന്നു. എല്ലായിടത്തും പുകമയം, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത്രയും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മമാരെല്ലാവരും ഒരേപോലെ പൊങ്കാല അടുപ്പുകൾ കൊളുത്തി ഭഗവതിക്ക് നിവേദ്യം ഒരുക്കുന്ന തിരക്കിലാണ്. നഗരത്തിൻ്റെ എല്ലാ വീഥികളിലും പൊങ്കാല അടുപ്പുകൾ നിരന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓരോ തെരുവിൻ്റെ തുടക്കങ്ങളിലും ഭഗവതിയുടെ വിഗ്രഹങ്ങൾ വെച്ച് പൂജ ചെയ്യുന്നതിൻ്റെ കാഴ്ച, ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
എത്ര വെയിലിൻ്റെ ചൂടാണെങ്കിലും ഈ അടുപ്പിൽ വരുന്ന ചൂടാണെങ്കിലും നമ്മുടെ അമ്മമാരെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ഇപ്പോഴുള്ളത് പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ്. എല്ലാ മാധ്യമങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡിലുള്ള എല്ലാ ഗതാഗതവും ബസ് സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഭക്തർക്കുള്ള എല്ലാ സേവനങ്ങൾക്കുമായി സേവാഭാരതിയുടെ ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കിഴക്കേ കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അനന്തപത്മനാഭൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണിത്. ക്ഷേത്രത്തിന് ചുറ്റും പൊങ്കാല അർപ്പിക്കുന്ന ഒരു ജനസാഗരമാണ് നമ്മളിപ്പോൾ അമൃത ടി.വിയുടെ മാധ്യമപ്രവർത്തകരാണ് പൊങ്കാലയെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനന്തപുരി ഒരു ജനസാഗരമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഗോപുരവും ക്ഷേത്രക്കുളവുമാണ് ഈ കാണുന്നത്. എല്ലാ ഭക്തരും പൊങ്കാലയിടുന്ന തിരക്കായതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിലെ ദർശനം നന്നായി കാണാൻ പറ്റി. ഇനി ഇവിടെ നിന്ന് മെല്ലെ മണക്കാട് ഭാഗത്തേക്ക് നടന്നു നീങ്ങും. ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ഒരു ഐതിഹ്യമുണ്ട്. അത് വളരെ ആകർഷകമായ ഒരു കഥയാണ്. പുരാണങ്ങൾ അനുസരിച്ച് തമിഴ് കാവ്യമായ ചിലപ്പതികാരത്തിലെ നായിക കണ്ണകി എന്ന ആ മഹാത്മാവ് മധുരാ നഗരം ചുട്ടെരിച്ചതിന് ശേഷം കേരളത്തിൽ എത്തിയെന്നാണ് വിശ്വാസം. അവൾ തിരുവനന്തപുരം ഭാഗത്തെത്തി ആറ്റുകാൽ പ്രദേശത്ത് വന്ന് വിശ്രമിച്ചു. അന്ന് അവൾ ഒരു ചെറുപ്പക്കാരിയുടെ രൂപത്തിൽ ഒരു നാട്ടുകാരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആദരിച്ചു. പിന്നീട് ആ പെൺകുട്ടി ദൈവിക രൂപം കൈക്കൊണ്ടു അപ്രത്യക്ഷയായി. അതിനുശേഷം ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞു. അതാണ് ഇന്നത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. പിന്നീട് ആ ദേവിയെ ആറ്റുകാൽ ഭഗവതിയായി ആരാധിക്കാൻ തുടങ്ങി. ആ ദേവിയെ പ്രസന്നമാക്കാനാണ് സ്ത്രീകൾ പൊങ്കാല എന്ന നൈവേദ്യം സമർപ്പിക്കാൻ തുടങ്ങിയത്. അത് പിന്നീട് വലിയൊരു ഉത്സവമായി വളർന്നു. ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയായി. ഒരു മാർക്കറ്റാണ് ഇത്.
പൊങ്കാലയിടുവാനായി മാർക്കറ്റിനുള്ളിലും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടെയുള്ള വീട്ടുകാർ വരുന്നവർക്ക് പൊങ്കാല വയ്ക്കുവാനായി തങ്ങളുടെ വീടുകളിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. തമിഴ്നാടൻ ശില്പകലകളോട് കൂടിയ ഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളത്. എല്ലാ ചാനലുകളിലും ഇന്നത്തെ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ദൃശ്യങ്ങളാണ്. ഒരുപാട് വിദേശികളും എത്തിയിട്ടുണ്ട് ഈ ഒരു ഉത്സവത്തിന്. ക്ഷേത്രത്തിലെ പ്രധാന അടുപ്പാണ് പണ്ടാര അടുപ്പ്. ഈ ദിവസം പണ്ടാര അടുപ്പ് തെളിയിക്കൽ എന്ന ചടങ്ങോടുകൂടി ആ അഗ്നിയിൽ നിന്നുമാണ് എല്ലാവരും പൊങ്കാലയ്ക്ക് അടുപ്പ് തെളിയിച്ച് തുടങ്ങുന്നത്. പിന്നീട് നൈവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുകയും പൂജാരികൾ ക്ഷേത്രത്തിൽ നിന്നും അനുഗ്രഹവും നൽകുന്നു. ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി വെള്ളം തെളിക്കുകയും ഭക്തർ പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ മുമ്പിൽ തന്നെ കുട്ടികൾക്കായി നടത്തുന്ന ഒരു ശുദ്ധാചാര പൂജയാണ് ഇത്. പൊങ്കാലയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈ ജനലക്ഷങ്ങൾ ഇനി മടക്കയാത്രയുടെ നിമിഷങ്ങളിലാണ്. ഒരു 4 മണി കഴിഞ്ഞതോടെ ബസ്സുകളെല്ലാം സർവീസുകൾ ആരംഭിക്കുന്നു. പൊങ്കാല കഴിഞ്ഞ് അമ്മമാർ മടങ്ങുന്ന തിരക്കിലാണ്. ബസ്സുകൾ 100 കണക്കിന് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. നഗര ശുദ്ധീകരണത്തിനുള്ള പരിപാടികൾ രുദ്രഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു പൊങ്കാലയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.